കുറച്ച് ബട്ടൺസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒപ്പം ദാ ഇതുപോലത്തെ കമ്പി. അപ്പൊ നമുക്ക് ഈ കമ്പിയിലേക്ക് ഈ ബട്ടൺസ് ഒക്കെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. പല കളറിലുള്ളത് അതുപോലെ പല ടൈപ്പിലുള്ള ബട്ടൺസുകൾ നമുക്ക് വേണം കേട്ടോ. എങ്കിലാണ് നമുക്ക് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ല, എന്താന്ന് പറഞ്ഞില്ല അല്ലേ? അപ്പൊ ഇന്ന് നമ്മളൊരു ഡ്രസ് ഡെക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറെ കാലമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടൺസുകളൊക്കെയാണ് കേട്ടോ. പല ഡ്രസ്സുകളിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ഈ ഫ്ലവർ കണ്ടോ, ഇത് ഹെയർ ബാൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ അവിടെ കിടക്കുന്ന ഹാർട്ടില്ലേ, അത് ഈ കുട്ടികൾ കളിക്കുന്ന സ്പിന്നറില്ലേ, അത് ഒടിഞ്ഞു വിട്ട് പോയിട്ടുള്ള സംഭവം കേട്ടോ. അത് ഞാൻ വെറുതെ വിട്ടില്ല, അതും എടുത്ത് കമ്പിയമ്മ കെട്ടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ്. പിങ്കും വൈറ്റും എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. ആ വൈറ്റ് കളറിൽ നിന്ന് വലിയ ഫ്ലവറും അതുപോലെ പിങ്ക് കളറിൽ നിന്ന് ഒരു ചെറിയ ഫ്ലവറുമാണ് വേണ്ടത്. അങ്ങനെ രണ്ട് ഫ്ലവർ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പിങ്ക് ഫ്ലവർ ഇതുപോലെ ചെരിച്ച് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം അതിന്റെ ബട്ടൺസ് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ട ടൈപ്പാണ്. ആ ബാക്കിൽ ഒറ്റ ഹോളുള്ള ടൈപ്പാണ് കേട്ടോ ആ ബട്ടൺസ്. ഇനി അതിലേക്ക് കമ്പി കെട്ടി കൊടുക്കുകയാണ്. വൈറ്റ് കളർ ഫ്ലവറിൽ യെല്ലോ കളറിലുള്ള ഇതുപോലൊരു ബട്ടൺസ് ആണ് എടുക്കുന്നത്. അത് പുറകേക്കട കമ്പി ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് കയറ്റി നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവറുകൾ ഇവിടെ റെഡിയായി. ഈ പിങ്ക് കളർ ഫ്ലവറിന്റെ പുറകിൽ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ ഫ്ലവറിന്റെ നടുവില് ചെറിയൊരു ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു തെർമോക്കോൾ പീസിൽ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന പെർഫ്യൂം ബോട്ടിലിന്റെ അടപ്പാണ്. അതിന്റെ ഉള്ളിലേക്ക് കുറച്ച് തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ നിറച്ചു കൊടുത്തു. കാരണം അത് ട്രാൻസ്പെറന്റ് പോലെയല്ല, ട്രാൻസ്പെറന്റ് ആണ്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തെർമോക്കോൾ പീസ് വെച്ചു. ഇനി നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മുടെ 2 ഫ്ലവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കമ്പിയിൽ കോർത്ത് വെച്ചിരിക്കുന്ന ഓരോ ബട്ടൺസുകളായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ആ കമ്പി പെയിന്റ് ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് ഒരു സ്പ്രിങ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. പിന്നെ അത് കറക്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തോളൂ കേട്ടോ. എന്റെ അമ്മോ, ഇത് സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ചെറിയ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ നിർത്തില്ലേ, അതേപോലെയായിരുന്നു. ഒരാളെ നേരെ നിർത്തുമ്പോൾ മറ്റേ ആള് പോവും. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ആളെ നേരെ നിർത്തുമ്പോൾ അടുത്ത ആള് പോവും. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തു. അപ്പൊ പിന്നെ നിങ്ങൾ പറ, ഇത് എങ്ങനെ ഇരിക്കുന്നു? അടിപൊളിയായിട്ടില്ലേ? അന്ന് വേഗം ഒരു ലൈക്ക് അടിച്ചോട്ടോ. കൂടെ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.